നമുക്കിന്ന് ഒരു വെറൈറ്റി ഒരു രസം ഉണ്ടാക്കിയാലോ? അതിന് കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി എടുത്ത് നമുക്ക് ഇടിക്കാം. ആ കൂട്ടത്തിലേക്ക് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ഇടിക്കാം. അതിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇടാം. കുറച്ച് നല്ല കുരുമുളക്, ഇത് കഴുകി വാരി ഇതിനെടുത്ത് വെച്ചതാണ്. നമുക്ക് നല്ലൊരു കുരുമുളകും കൂടെ ഇട്ട് ഇടിക്കാം. നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. വലിയുള്ളി, സവോള ഇട്ട് കൊടുക്കാം. പത്തലമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. 2-3 കാന്താരിമുളക് കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ചതച്ച് വെച്ച നമ്മുടെ ചെറിയുള്ളി കൂട്ടുകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒരു നെല്ലിക്കായുള്ള മുഴുപ്പത്തിൽ നമ്മുടെ വാളംപുളി പിഴിഞ്ഞെടുത്തതാണ്. കഴുകി പിഴിഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് ചേരാനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും നമുക്ക് താത്താം. തിളക്കരുത്. നമ്മുടെ ഈ രസം തിളയ്ക്കാൻ പാടില്ല. ഇതിങ്ങനെ ഇളക്കി നമ്മുടെ ആവശ്യം നമുക്ക് ചേർത്ത് ഇത് ഉള്ളിയും ഇഞ്ചിയും എല്ലാം വെന്ത് വരണം. അങ്ങനെ നമുക്ക് തിളയ്ക്കാതെ ഇളക്കി എല്ലാം വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കി വെക്കാം. താന്ന് തീക്കാതെ വെക്കാവുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ രസം സൂപ്പറാവും. ഇത് 2-3 ദിവസം ഒന്നും വെച്ചാലൊന്നും ഒരു കുഴപ്പവും വരില്ല. ഇതുകൂടെ ഒരു ഇച്ചിരി ചാറ് മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.